നല്ല ഉയരമുള്ള ശരീരം, കട്ടിയുള്ള ശബ്ദം, നല്ല വിരിഞ്ഞ മാറിടം. സാഹസികനാണ്. അപകടം പിടിച്ച പണികൾ എടുക്കാനാണിഷ്ടം. കൈകൾ വീശി കാലുകൾ വിടർത്തിയുള്ള നടത്തം. ആ നടത്തം കണ്ടവർ ആരും മറക്കില്ല. വളരെ വേഗത്തിലാണ് നടത്തം. നല്ല ബലമുള്ള കൈകാലുകൾ. ഒരു അടി കിട്ടിയാൽ ചില്ലറക്കാരെല്ലാം വീണുപോകും. ചന്തയിലെ പ്രശ്നക്കാരെയെല്ലാം അടിച്ചു വീഴ്ത്തിക്കളയും. എന്തിനും തീവ്രതയാണ് കാണിക്കുക. എന്ത് തീരുമാനിച്ചോ അത് ചെയ്യും. ഇസ്ലാമിൻ്റെ എതിരെയുള്ള വികാരത്തിലും തീവ്രത നിറഞ്ഞതായിരുന്നു. ഖത്താബിൻ്റെ കൈത ഇസ്ലാം മതം സ്വീകരിച്ചാലും ഉമർ സ്വീകരിക്കില്ല എന്നായിരുന്നു അന്നത്തെ സംസാരം. ഇസ്ലാമിനോടുള്ള ഖുറൈശികളുടെ മൊത്തം വിരോധത്തിൻ്റെ തുല്യമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിരോധം. യുവാവായി കഴിഞ്ഞപ്പോൾ കച്ചവടം തുടങ്ങി. കച്ചവട ആവശ്യത്തിനായി ഒരുപാട് യാത്ര ചെയ്തു. കച്ചവടം നടത്തും, പണം കിട്ടും. ഒരു സമ്പന്നനായി ജീവിച്ചിട്ടില്ല. കച്ചവട യാത്രകൾ കാരണം വിജ്ഞാനം വർദ്ധിച്ചു. നിരവധി രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. പല ജനവിഭാഗങ്ങളെ കണ്ടു. അവരുടെ സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും കണ്ടറിഞ്ഞു. ക്രൈസ്തവ പാതിരിമാരും യഹൂദ പണ്ഡിതന്മാരും പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കും. വേദഗ്രന്ഥങ്ങളിലെ വിവരങ്ങൾ കിട്ടും. സാഹിത്യം ആസ്വദിക്കുന്നതിൽ വളരെ തൽപരനായിരുന്നു.